മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പ്രചോദനാത്മകമായ മറ്റൊരു കഥ ശ്രമിക്കാം. പ്രിയമുള്ളവരെ, ഒരിക്കൽ മഹാപണ്ഡിതനായ ജ്ഞാനിയായ ഒരു മഹർഷി ഒരു കുളത്തിന് സമീപമുള്ള ആൽത്തറയിൽ വിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ വിശ്രമിച്ച് ആ ചുറ്റുപാടും ഒക്കെ ഇങ്ങനെ നിരീക്ഷിച്ചപ്പോൾ കുറേയധികം കുട്ടികൾ അല്പം അകലെയായ ഒരു മൈതാനത്ത് പന്ത് കളിക്കുന്ന കാഴ്ച അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം കൗതുകത്തോടെ ആ കുട്ടികളെ നോക്കി അങ്ങ് നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾ ഗുരുവിൻ്റെ ഈ സ്വാമിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് അതിലൊരുവൻ വളരെ വിനയത്തോടു കൂടി ഗുരുവിനെ താണു വണങ്ങിക്കൊണ്ട് ചോദിച്ചു, അല്ലയോ സ്വാമി, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധം എന്താണ്? അത് നല്ല ചോദ്യമാണ്. നമ്മൾ അങ്ങനെ കേട്ടാൽ നമ്മൾ തന്നെ പലതും ചിന്തിക്കും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പലർക്കും പല രീതിയാണ് വരുന്നത്. ഒരാൾ പറയും കടാരയാണ്, മറ്റൊരാൾ പറയും തോക്കാണ്, വേറൊരാൾ പറയും വെട്ടുകത്തിയാണ്, വേറൊരാൾ പറയും ഒരു വടിയാണ്. അപ്പം അങ്ങനെയൊക്കെ. പക്ഷേ സ്വാമി അല്പനേരം മൗനമായിട്ടിരുന്നതിന് ശേഷം പറഞ്ഞു, അല്ലയോ മകനെ, അല്പനേരം നീ ഇവിടെ ക്ഷമിച്ച് ഇരിക്കുക. ഒരു അരമണിക്കൂറിനകം ഞാൻ അതിൻ്റെ ശരിയായ ഉത്തരം നിനക്ക് പറഞ്ഞു തരാം. അപ്പം പണ്ഡിത ശ്രേഷ്ഠനായ ആ മഹാമുനി എന്തോ മനക്കണ്ണിൽ കാണുന്ന പോലെ നമുക്ക് തോന്നി. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വലയിൽ കുടുങ്ങിയ ഒരു മുതല ഈ തടാകത്തിൻ്റെ കരയ്ക്ക് അടുത്ത് വന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു, അല്ലയോ ബാല, ഞാൻ ഈ വലയിൽ കുരുങ്ങിക്കിടക്കുകയാണ്, നീ എന്നെ രക്ഷിക്കണം. ആപത്തിൽ അകപ്പെടുന്നവരെ സഹായിക്കുന്നതും രക്ഷിക്കുന്നതും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, മോക്ഷപ്രദമാണ് എന്ന് പറഞ്ഞു. ഉടനെ ഈ കുട്ടി ഇത് കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അല്പസമയം മൗനം പാലിച്ചു. ഇതൊക്കെ കണ്ടിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഈ സ്വാമികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ കുട്ടി ഈ മുതലയോട് ചോദിച്ചു, അല്ലയോ മുതലേ, ഈ വലയിൽ കുരുങ്ങിയിരിക്കാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്ന് വല അറുത്ത് കളഞ്ഞതിന് ശേഷം മാറിപ്പോകുന്നതിന് മുമ്പായിട്ട് നീ എന്നെ തീറ്റയാക്കും. നീ അതിനുള്ള ഉപായമല്ലയോ കാണിക്കുന്നത്? ഉടനെ ഈ മുതല പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ യാതൊരു തരത്തിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കാരണം എന്നെ നിന്നെ ഉപദ്രവിക്കുന്നത് ശരിയല്ലോ. അപ്പം കുട്ടി സ്വാമിയുടെ മുഖത്തോട്ട് നോക്കിയപ്പോൾ സ്വാമി യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഇല്ലാതെ എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുട്ടി സ്വാമിയുടെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ സ്വാമിയുടെ ശാപം ഉണ്ടാവും എന്നൊക്കെ ഒരു ധാരണ ഈ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാവുകയും ആ കുട്ടി ഈ മുതലയെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ കയ്യിലിരുന്ന ഒരു ചെറിയ കത്തിയുമായിട്ട് കുളത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് ഈ ആമയുടെ തലയുടെ ഭാഗമാണ്, എല്ലാം വലയിൽ കുരുങ്ങിയ തലയുടെ ഭാഗമാണ് ആദ്യമായിട്ട് വെട്ടിക്കളയാൻ തുടങ്ങിയത്. അങ്ങനെ തലയുടെ ആ ഭാഗത്ത് കുരുങ്ങിയിരുന്ന ഈ വല വെട്ടിക്കളയാനായിട്ട് കുറച്ച് വെട്ടിക്കളഞ്ഞപ്പോൾ നമുക്കറിയാം, വലയുടെ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞാൽ വല വലിഞ്ഞ് ഈ തല പുറത്തേക്ക് വരാൻ തുടങ്ങിയത് മാത്രമല്ല, ഈ മുതല ഈ കുട്ടിയുടെ കയ്യിൽ കടന്ന് പിടിച്ചു. അതായത് കയ്യിൽ കടിച്ച് ഈ കുട്ടിയെ വിഴുങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഈ കുട്ടി പറഞ്ഞു, നീ വാഗ്ദാനം ലംഘിച്ചല്ലോ. വാഗ്ദാന ലംഘനം എന്ന് പറയുന്നത് പാപമില്ലയോ? ഞാൻ ചോദിച്ചായിരുന്നു, നിന്നെ രക്ഷിച്ചു കഴിയുമ്പോൾ നീ എന്നെ ഇരയാക്കും എന്ന് പറഞ്ഞപ്പോൾ നീ ഇല്ല എന്നല്ലയോ പറഞ്ഞു? നീ വാഗ്ദാന ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഉടനെ ഈ മുതല പറഞ്ഞു, ഇത് വാഗ്ദാന ലംഘനം ഒന്നുമല്ല, പകരം ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. കാരണം പക്ഷികൾ വൃക്ഷങ്ങളുടെ വളരെയധികം ഉയരത്തിലുള്ള കൊമ്പുകളിലാണ് കൂട് കെട്ടി മുട്ടയിടുന്നത്. പക്ഷേ പാമ്പ് പോലുള്ള ഇഴയിന്തക്കൾ അത്രയും ഉയരത്തിൽ കയറി ചെന്ന് തൻ്റെ മുട്ട കഴിക്കുന്നു. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ഈ ഇഴയിന്തക്കൾ കഴിക്കുന്നു. അപ്പം ഇതെല്ലാം പ്രകൃതി നിയമമാണ്. അതുപോലെ ഞാൻ നിന്നെ കഴിക്കുക, അതിനുള്ള ഉപായമാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ കുട്ടി വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഈ കുട്ടി തിന്നുന്ന ഒരു അവസ്ഥയിലെത്തി. ഇത്രയൊക്കെ ആയപ്പോൾ കുട്ടിയുടെ അഗാധമായ ദുഃഖം കണ്ട് കുട്ടി കരഞ്ഞു. ശക്തമായി നിലവിളിച്ചപ്പോൾ പെട്ടെന്ന് സ്വാമി ആ ചിന്തയിൽ നിന്ന് ഉണർന്ന് ആ കുളത്തിലേക്ക് നോക്കിയപ്പോൾ
ഈ മുതല കുട്ടിയെ തിന്നുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ സന്യാസി ഈ സ്വാമി മുതലയോട് പറഞ്ഞു, അല്ലയോ മുതലേ, നീ അല്പം ക്ഷമ കാണിക്ക്. നിനക്ക് നിൻ്റെ വലകൾ, നിൻ്റെ കുരുക്ക്, നിൻ്റെ ചേർത്ത് കുറ്റി വലിഞ്ഞിരിക്കുന്ന വലകളുടെ കുരുക്ക് മൊത്തമൊന്നും ആ ബാലൻ അറുത്ത് കളഞ്ഞിട്ടില്ല. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ കുറേ കൂടി വലകളൊക്കെ അറുത്ത് കളഞ്ഞതിന് ശേഷമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നീ അല്പം കൂടി ക്ഷമിക്ക്. ഉടനെ ഈ മുതല പറഞ്ഞു, അല്ലയോ സ്വാമി, ഈ കുട്ടിയെ ഞാനിപ്പോൾ വിട്ടു കഴിഞ്ഞാൽ ഇനി അവൻ എന്നെ രക്ഷിക്കട്ടെന്ന് മാത്രമല്ല അവൻ ഓടി മറയുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അതൊന്നുമല്ല, നിനക്ക് ഈ ചെറിയൊരു ബാലൻ, നീ വ്യോമാഹാരനായ ഒരു മുതലയാണ്, ഈ ഒരു ചെറിയ ബാലിനെ വീഴ്ത്താൻ നിനക്ക് ഒരു പ്രയാസവുമില്ല. അവൻ ഓടാൻ തുടങ്ങുമ്പോൾ തന്നെ നിൻ്റെ വാലുകൊണ്ട് ഒറ്റ അടി കൊടുക്കുന്നേ ഈ കുട്ടി വീഴുകയും നിനക്കവനെ ഇരയാക്കിയ ആഹാരമാക്കി കഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസിയും മുതലയും ഒരേ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് കുട്ടിയെ കൂടുതൽ ദുഃഖിതനാക്കി. എന്തായാലും സന്യാസിയുടെ വാക്കുകൾ, ഈ മഹാപണ്ഡിതനായ സന്യാസിയുടെ വാക്കുകൾ ഈ മുതല ശ്രദ്ധിക്കുകയും അങ്ങനെ ഈ മുതല കുട്ടിയുടെ കയ്യിൽ നിന്നുള്ള കടി വിട്ടതിന് ശേഷം ശാന്തനായി കിടക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഈ കുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷനായ ഈ കുട്ടി സന്യാസിയുടെ മുഖത്തേക്ക് നോക്കുകയും സന്യാസി കുട്ടിയോട് ഓടി രക്ഷപ്പെടുക എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടി ആ മുതലയുടെ അടുത്ത് നിന്ന് ഓടി മാറി രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെ ഓടിപ്പോയ കുട്ടിയെ ഭയന്ന് കുട്ടിയെ സന്യാസി അടുത്തേക്ക് വിളിച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ മകനെ, അല്പസമയങ്ങൾക്ക് മുമ്പ് നീ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്ന്. അപ്പോൾ ഞാൻ നിന്നോട് ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. എന്നാൽ ഇപ്പം അതിൻ്റെ സമയമായിരിക്കുന്നു. നീ മുതലയുടെ വായിൽ അകപ്പെട്ടപ്പോൾ അതിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് ഒരു ഉപായവും ഉണ്ടായില്ല. നിൻ്റെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നിരിക്കുകയും ആ ആയുധം എടുക്കാൻ നിനക്ക് പറ്റിയില്ല. എന്നാൽ ആയുധമൊന്നുമില്ലാതിരുന്ന ഞാൻ ഒരു ഉപായം കണ്ടെത്തുകയും ആ ഉപായം പ്രയോഗിക്കുകയും ചെയ്തപ്പോൾ നിനക്ക് മുതലയുടെ വായിൽ നിന്ന് രക്ഷപ്പെടാനും അങ്ങനെ നിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധം ആ മനുഷ്യൻ്റെ ബുദ്ധിയാണ് എന്നുള്ളതാണ്. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും വലിയ ആയുധം നമ്മുടെ ബുദ്ധിയാണ്. ഏത് മാരകായുധത്തിൽ നിന്നും രക്ഷപ്പെടാൻ ബുദ്ധിയുള്ള ഒരാൾക്ക് കഴിയും എന്നത് തർക്കമുട്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചോദനാത്മകമായ കഥകൾ എല്ലാ ദിവസവും രാവിലെ കേട്ടുകൊണ്ട് നമ്മുടെ ദിനകർമ്മങ്ങൾ, നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ നമ്മൾ ഉഷാറാവുകയും അതുപോലെ തന്നെ പ്രചോദനാത്മകമായ മറ്റൊരു കഥ ശ്രവിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങുകയും ചെയ്താൽ നമ്മുടെ മനസ്സിന് സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനും അങ്ങനെ രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കുവാനും ആഹ്ലാദം നിലനിർത്താനും ഒപ്പം രോഗമില്ലാത്ത ഒരവസ്ഥയിലൂടെയും ചിന്താശേഷിയുള്ള ഒരു മനുഷ്യനായി മാറാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഇങ്ങനെ ഒരു കഥ പറയുന്നത്. കഥ എന്ന് പറയുമ്പോൾ ഇത് ഒരു മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു കഥയിൽ ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സന്തോഷത്തിനും ഒക്കെ വേണ്ട ഊർജം പകരുന്ന കാര്യമാണ് ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം മോട്ടിവേഷൻ രണ്ട് തരത്തിലുണ്ട്, നല്ല മോട്ടിവേഷനും ചീത്ത മോട്ടിവേഷനും. അപ്പം ഇത് നല്ല മോട്ടിവേഷനാണ്. കുട്ടിക്കാലത്ത് നമുക്ക് സമൂഹത്തിൽ നിന്നും നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒക്കെ ബന്ധുക്കളിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ളത് നല്ലൊരു ശതമാനവും ചീത്ത മോട്ടിവേഷനാണ്. ഭയവും അതുപോലെ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ചീത്ത മോട്ടിവേഷനാണ്. നമുക്ക് പ്രോത്സാഹനവും അംഗീകാരവും ആദരവും അതുപോലെ തന്നെ വിജയത്തെ പറ്റിയുള്ള ചിന്തകളും വിജയിച്ചിട്ടുള്ള മഹാന്മാരുടെ കഥകളും ഇതൊക്കെ കേൾക്കുകയും അത് പ്രചോദനം കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ വിജയം ഉണ്ടാകുന്നത്. അത്തരത്തിൽ നമ്മുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുവാനും നമ്മൾ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ വളർത്തിയെടുത്ത് ആ കഴിവുകൾ ഉപയോഗിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ജീവിത വിജയം കൈവരിക്കാനും ഉള്ള കഥകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിലൂടെ ഈ മോട്ടിവേഷനിലൂടെ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിരന്തരമായി ഇത് ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കഥകൾ ഒക്കെ ഇത്തരത്തിലുള്ള മോട്ടിവേഷനുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സമാന ചിന്താഗതി ഉള്ളവർക്കും മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നാളിതുവരെ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ട പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന
എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.